സർ, മലേഷ്യയിൽ ഇപ്പോൾ പിടിയിലായത് ബംഗ്ലാദേശികളായ 36 പേരാണ്. അതായത് IS-ഉമായിട്ട് തീവ്ര ബന്ധമുള്ള ആൾക്കാർ. ഒരു പക്ഷേ ബംഗ്ലാദേശിലെ ഭരണകൂടത്തെ പോലും അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തുന്ന ആൾക്കാർ. അങ്ങനെയാണ് പോലീസ് ഭാഷ്യം. ശരിയാണോ അത്? അതായത് 36 ബംഗ്ലാദേശികളെ കഴിഞ്ഞ വെള്ളിയാഴ്ച മലേഷ്യയിൽ അറസ്റ്റ് ചെയ്തു. അപ്പോൾ മലേഷ്യയിലെ ആഭ്യന്തരമന്ത്രി സൈഫുദ്ദീൻ ഇസ്മയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഈ ഓപ്പറേഷൻ ഏപ്രിൽ 24-ന് പോലീസ് തുടങ്ങിയതാണ്. ഇങ്ങനെ IS-ഉമായി ബന്ധപ്പെട്ട ബംഗ്ലാദേശികളുടെ ഒരു സംഘം മലേഷ്യയിലുണ്ട് എന്നറിഞ്ഞിട്ട് 3 ഘട്ടമായിട്ടാണ് ഈ അറസ്റ്റ് ചെയ്തത് 36 പേരെ. അതായത് സെലങ്കോർ, ജോഹോർ മേഖലകളിൽ നിന്നാണ് ഇവരെ 36 പേരെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവര് ഈ മലേഷ്യയിൽ തന്നെ 36 പേര് വേറെയും റിക്രൂട്ട്മെന്റ് സെല്ലുകൾ രൂപീകരിച്ചിരുന്നു എന്നാണ് വിവരം. ഈ 36 പേരിൽ 5 പേര് ടെററിസ്റ്റുകൾ തന്നെ. 15 പേരെ ബംഗ്ലാദേശിലേക്ക് ഡിപ്പോർട്ട് ചെയ്തു, മടക്കി അയച്ചു. 16 പേര് IS-ന് വേണ്ടി പ്രചാരണം നടത്തിയിരുന്ന ആളുകളാണ്. പല സ്ഥലത്തു നിന്നും ഇവർക്ക് ഫണ്ടുകളും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പോലീസിൻ്റെ അന്വേഷണത്തിൽ, മലേഷ്യൻ പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായത് ഈ 36 പേര് IS-ന് വേണ്ടിയിട്ട് ആളുകളൊക്കെ റിക്രൂട്ട് ചെയ്ത് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഈ ഭരണ സംവിധാനത്തിനെ അട്ടിമറിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന് മലൈ മെയിൽ, ന്യൂസ് സ്ട്രേറ്റ് ടൈംസ് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ അയലത്തുള്ള ബംഗ്ലാദേശിൽ ഒരു IS ഭരണകൂടം സ്ഥാപിക്കാനുള്ള പദ്ധതിയാണ്. അതിനുള്ള സാഹചര്യങ്ങൾ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഈ യൂനുസിൻ്റെ ഭരണകാലത്തുണ്ട് എന്നാണ് അവർ കരുതുന്നത്. കാരണം ജനാധിപത്യ ഭരണമല്ലല്ലോ. ഒരുപാട് മറ്റേ ജമാഅത്തെ ഇസ്ലാമി കാര്യമൊക്കെ പുറത്ത് തുറന്നു വിട്ടിട്ടുണ്ട്. ഭീകരർ, റഹ്മാനെ പോലുള്ള ആളുകളെയൊക്കെ, ഇന്ത്യ വിരുദ്ധരായ ആളുകളെയൊക്കെ, നേരത്തെ വ്ളോഗറെയൊക്കെ കൊന്നിട്ടുള്ള ആളാണല്ലോ. അപ്പോൾ തുറന്നു വിട്ടിട്ടുള്ള ജലാലുദ്ദീൻ റഹ്മാനി എന്ന് പറഞ്ഞ ആള് ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് അയാൾ. അപ്പോൾ വിദേശ ഭീകരതയ്ക്ക് വേണ്ടി ഒരു കാരണവശാലും മലേഷ്യ താവളമാവുകയില്ല എന്ന് ആഭ്യന്തരമന്ത്രി സൈഫുദ്ദീൻ ഇസ്മയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മലേഷ്യയെ കണ്ടിട്ട് ആരും അങ്ങനെ പായസം വെക്കണ്ട എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ബംഗ്ലാദേശികൾ കൂടുതലുള്ള സിംഗപ്പൂര്, തായ്ലൻഡ്, ഇന്തോനേഷ്യ, മാലദ്വീപ്, സൗദി അറേബ്യ, ബഹ്റൈൻ, ഒമാൻ, കുവൈറ്റ്, യൂറോപ്യൻ യൂണിയൻ, ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ, അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലുമൊക്കെ ഇത്തരം സംഘങ്ങളുണ്ട് എന്നാണ് മലേഷ്യൻ പോലീസ് പറയുന്നത്. ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച ശേഷം ഇത് ഈ IS, അൽ-ഖ്വയ്ദ അല്ലേ, അതിനോട് ഈ ആനുകൂല്യം പുലർത്തുന്ന ആളുകൾ കൂടുതലായിട്ട് പൊന്തി വരുന്നു എന്ന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. യൂനുസിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇസ്ലാമിക രാജ്യം രൂപീകരിക്കാനാണല്ലോ ഉദ്ദേശിക്കുന്നത്. ജൂലൈ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞൊരെണ്ണം ഈ ജൂലൈയിൽ വരാനുണ്ട്. ജൂലൈ പകുതിയൊക്കെ ആവുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണഘടന മൊത്തത്തിൽ മാറ്റുന്നു. ഇസ്ലാമിക ആർമി അവിടെ രൂപീകരിക്കാൻ പോകുന്നു. ഇപ്പോഴത്തെ പട്ടാള മേധാവിയെ കളഞ്ഞിട്ട്, പട്ടാളമൊക്കെ കളഞ്ഞിട്ട് പട്ടാളത്തിനെ ഇസ്ലാമികമാക്കാൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ജൂലൈ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിരുന്നു. ജൂലൈ പ്രഖ്യാപനം വരാൻ പോകുന്നുണ്ട് ഇയാളുടെ, യൂനുസിൻ്റെ. അപ്പോൾ ഇത് പറ്റിയ അവസരമാണെന്ന് IS-ഉം അൽ-ഖ്വയ്ദയും കരുതുന്നു. ബംഗ്ലാദേശ് പിടിക്കാനുള്ള അവസരമാണെന്ന്. 2024 ഓഗസ്റ്റ് 20 അൽ-ഖ്വയ്ദ ഒരു 14 പേജ് പ്രസ്താവന ഇറക്കിയിരുന്നു. അൽ-ഖ്വയ്ദ ഇൻ ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, അക്വിസ് എന്ന് പറയും. അൽ-ഖ്വയ്ദയ്ക്ക് ഇപ്പം അങ്ങനെ ഒരു സംഘടനയുണ്ട്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ അൽ-ഖ്വയ്ദ ഇൻ ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, അക്വിസ്. അത് 14 പേജുള്ള പ്രസ്താവന ഇറക്കിയിരുന്നു. അതിൻ്റെ അമീർ ഉസാമ മഹ്മൂദ്. ആ പ്രസ്താവനയുടെ ശീർഷകം തന്നെ ബംഗ്ലാദേശ് ദി എമർജിങ് ഹോപ്പ് ഓഫ് സപ്പോർട്ടിങ് ഇസ്ലാം ഫോർ ദി മുസ്ലിം മാസസ് എന്നായിരുന്നു. ബംഗ്ലാദേശാണ് ഇനി ഒരു പ്രതീക്ഷ
എന്നാണ് ശീർഷകം പ്രസ്താവനയുടെ. അപ്പോൾ അട്ടിമറിക്ക് അവർ തുണ കൊടുക്കും. ഇനി അൽ ഖ്വയ്ദ അവിടുത്തെ ഭരണകൂട അട്ടിമറിക്ക്, ജിഹാദിനും ഭരണകൂട അട്ടിമറി ഒരു ജിഹാദായിട്ടാണ് അൽ ഖ്വയ്ദയും IS കണക്കാക്കുക. അതാണ് ജെയിംസ് ടൗൺ ഫൗണ്ടേഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഹിന്ദുക്കൾക്കെതിരെ അവിടെ അക്രമങ്ങൾ നടക്കുന്നത്. ഒരു ക്ഷേത്രത്തിനെതിരെ ഇപ്പോഴും അടുത്തിടെയും കഴിഞ്ഞ ദിവസങ്ങളിലും അക്രമം നടന്നിരുന്നു. പിന്നെ ഇതിനു പുറമെ യുക്രൈനിൽ നിന്ന് കൊള്ളയടിച്ച ഗോതമ്പ് ബംഗ്ലാദേശിൽ വരുന്നു എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. റഷ്യ കൊടുക്കുന്നതാണ്. റഷ്യൻ സ്വാധീനത്തിലുള്ള മേഖലകളുണ്ടല്ലോ യുക്രൈൻ, അവിടെ നിന്ന് ഗോതമ്പ് മറ്റു ധാന്യങ്ങളും ഒക്കെ കൊള്ളയടിച്ചിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യുന്നു. റഷ്യയുടെ ഗോതമ്പും കൂടി ചേർത്തിട്ട് ഇത് സൗജന്യമായിട്ടില്ല, പൈസക്ക് തന്നെ കൊടുക്കുന്നത് ബംഗ്ലാദേശിന്. അപ്പോൾ ഈ കൊള്ളയടിച്ച ഗോതമ്പ് നിങ്ങൾ കൊണ്ടുവരുന്നത് ശരിയല്ല എന്ന് ഡൽഹിയിലെ യുക്രൈൻ എംബസി ധാക്കയ്ക്ക് എഴുതിയിരുന്നു, യൂനിസിനുമൊക്കെ. 1,50,000 ടൺ ബംഗ്ലാദേശിലെത്തി എന്നാണ് കണക്കാക്കുന്നത്. റഷ്യയിലെ കവക്കാസ് തുറമുഖം വഴി 1,50,000 ടൺ ഗോതമ്പ് ഇങ്ങനെ യുക്രൈനിൽ നിന്ന് കൊള്ള ചെയ്തത് ബംഗ്ലാദേശിലെത്തി. ഈ പരിപാടി ശരിയല്ലെന്ന് യുക്രൈൻ്റെ ഡൽഹിയിലെ എംബസി ധാക്കയ്ക്ക് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രതികരണവും അവിടെ നിന്ന് ഉണ്ടായില്ല. ആ കത്തിന് മറുപടിയൊന്നും കിട്ടിയില്ല എന്ന് സ്ഥാനപതി പറഞ്ഞിട്ടുണ്ട്. യുക്രൈൻ സ്ഥാനപതി അലക്സാണ്ടർ പൊളിഷ്ചുക്ക് പറഞ്ഞു, മറുപടിയില്ല. കൊള്ളയടിച്ച യുക്രൈൻ ധാന്യം റഷ്യ ബ്ലെൻഡ് ചെയ്യുകയാണ്, കൂട്ടിച്ചേർക്കുകയാണ്. 2025 ഈ കൊല്ലം ഏപ്രിലിൽ യുക്രൈൻ കപ്പൽ ഒരെണ്ണം ഈ ബംഗ്ലാദേശിലേക്ക് ഗോതമ്പുമായിട്ട് കൊള്ളയടിച്ച ഗോതമ്പുമായി പോകുന്നൊരു യുക്രൈൻ കപ്പൽ റഷ്യ തടയുകയും ചെയ്തു. റഷ്യയല്ല, യുക്രൈൻ തടയുകയും ചെയ്തു. അപ്പോൾ യുക്രൈൻ കത്തെഴുതിയത് ജൂൺ 11 ഈ പരിപാടി ശരിയല്ല, കൊള്ളയടിച്ച ഗോതമ്പ് ബംഗ്ലാദേശ് വാങ്ങിക്കരുതെന്ന് പറഞ്ഞാൽ. അതിന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. യൂറോപ്യൻ യൂണിയൻ ഇങ്ങനെ 342 കപ്പലുകൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് റഷ്യയുടെ ഈ കൊള്ളയടിച്ച ഗോതമ്പ്. അപ്പോൾ ജൂലൈയിലെ പ്രഖ്യാപനം യൂനിസിൻ്റെ വരുമ്പോൾ IRA എന്ന് പറഞ്ഞ പട്ടാളമാണ് വരാൻ പോകുന്നത്, ഇസ്ലാമിക് ആർമി ബംഗ്ലാദേശിൻ്റെ. 1972 ഉണ്ടാക്കിയ ഭരണഘടന അത് മാറ്റാൻ പോകുന്നു. അതിൽ ഒരു ഇസ്ലാമിക ഭരണഘടന വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഖമനിയെ പോലെ ഭരിക്കാം എന്നാണ് യൂനിസ് കരുതുന്നത്. അത് വന്നു കഴിയുമ്പോൾ ഒരു ആചാര്യനായിട്ട് നിൽക്കാമെന്ന്. പ്രസിഡന്റ് ഷഹാബുദ്ദീനെ കളയാം. ഈ വക്കർ ഉസ്സമാൻ ഉണ്ടല്ലോ, പട്ടാള മേധാവി, അയാളെ കളയാം. പിന്നെ ഈ കഴിഞ്ഞ മാസം 13 ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഉണ്ടല്ലോ, പ്രതിപക്ഷ കക്ഷി BNPയുടെ ചെയർമാൻ താരിഖ് റഹ്മാൻ ലണ്ടനിലാണല്ലോ. ലണ്ടനിൽ പോയപ്പോൾ താരിഖ് റഹ്മാനെ യൂനിസ് കണ്ടിരുന്നു. അപ്പോൾ യൂനിസിന് ഇതിനൊക്കെ പിന്തുണ കൊടുക്കാമെന്ന് താരിഖ് റഹ്മാൻ പറഞ്ഞിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. എത്ര ശരിയെന്ന് അറിയില്ല. കാരണം BNP അവിടെ പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നല്ലോ ഈ ഭരണകൂടത്തിനെതിരെ, സർക്കാരിനെതിരെ അട്ടിമറിക്കാൻ നേരത്ത് ഇതിന്റെ കൂടെയും ഈ പിള്ളേരുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു BNP പിന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് റാലിയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അവിടെ. പക്ഷെ ഇപ്പോൾ താരിഖ് റഹ്മാനെ ലണ്ടനിൽ കണ്ടിരുന്നു, പിന്തുണ തേടി എന്നൊക്കെ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ മലേഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ട് നമ്മൾ അയൽക്കാർ എന്നുള്ള നിലയ്ക്ക് പേടിപ്പിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ മലേഷ്യയുടെയൊക്കെ നിലപാട് പലപ്പോഴും ഇന്ത്യ വിരുദ്ധമായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ബംഗ്ലാദേശിൻ്റെ അടുത്തൊക്കെ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കാൻ അവരുടെ സർക്കാർ തയ്യാറാവാത്ത എന്തുകൊണ്ടായിരിക്കും? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്തോനേഷ്യയായിട്ടും മലേഷ്യയുമായിട്ടും നല്ല കച്ചവട ബന്ധമുണ്ട്. പലതരം സഹകരണ കരാറുകളുമൊക്കെ ഉണ്ട്. വലിയ കച്ചവടമൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഈ നമ്മുടെ ഇപ്പോൾ ഈ ഡിപ്ലോമാറ്റിക് സംഘങ്ങൾ ശശി തരൂരിൻ്റെയൊക്കെ പുറത്തു പോയി. അങ്ങനെ ഈ മലേഷ്യ, ഇന്തോനേഷ്യ ഇവിടെയൊക്കെ പോകുന്ന ആ സംഘം ഉണ്ടല്ലോ, ഇന്ത്യൻ പ്രതിനിധി സംഘം, ഇവരെ ഈ സന്ദർശനം റദ്ദാക്കണം എന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ആ രാജ്യങ്ങൾ മൈൻഡ് ചെയ്തില്ല.
നമ്മുടെ പ്രതിനിധി സംഘങ്ങളെ സ്വീകരിച്ചു. എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയൊക്കെ ഇന്തോനേഷ്യയും മലേഷ്യയൊക്കെ അങ്ങനെ കരുതുന്നുള്ളൂ. നമ്മൾ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേ ദിനത്തിൽ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റിനെ നമ്മൾ ഗസ്റ്റായിട്ട് കൊണ്ടുവന്നു. ആ സമയത്ത് തിരിച്ച് പാകിസ്ഥാൻ വഴി പോകണം എന്ന് പാകിസ്ഥാൻ പറയുകയൊക്കെ ചെയ്തല്ലോ. നമ്മളത് പറ്റില്ല, കൂടെ പാകിസ്ഥാൻ സന്ദർശനം പറ്റില്ല എന്ന് നമ്മൾ പറയുകയും ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അതും കൂടിയൊക്കെ നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ ആ രാജ്യങ്ങൾ തുർക്കിയായിട്ടുള്ള സഖ്യത്തിലുണ്ട് അവരെ. പക്ഷെ നമ്മുടെ അയലത്ത് ഈ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ കൂടെയൊന്നും അവരങ്ങനെ നിൽക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.